ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങ അച്ചാറുമായിട്ടാണ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതേ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ളൊരു ടൈപ്പ് മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തോല് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അല്ലാതെ കട്ടിയില്ലാത്ത മാങ്ങയാണ് തോളോട് കൂടി തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ തോല് കളഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടുക് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കടുകിടുന്നു. ഇത്രയും ആവശ്യമില്ല. ഞാൻ ഇത് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കുറച്ചധികം പൊടിക്കുന്നുള്ളൂ. ഈ കൂടെ ഉലുവ പൊടിച്ചതില്ലെങ്കിൽ ഈ കൂടെ ഉലുവയും വറുത്തിട്ട് പൊടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടാൻ തുടങ്ങും. പൊട്ടി കഴിയുമ്പോഴാണ് നമ്മൾ ഓഫാക്കേണ്ടത്. അപ്പോഴത്തേക്കും പാകമായിട്ടുണ്ടാവും. ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കി ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലിട്ടൊന്ന് ചതച്ച് കൊടുത്താൽ മതി. വേഗം തന്നെ കടുക് പൊടിഞ്ഞിട്ട് അങ്ങനെ ഇളക്കി നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല നൈസായി കിട്ടും. അത് റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളത് കൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരുപാട് എണ്ണ നമ്മൾ ഉലുവാപ്പൊടി വേറെയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കഷ്ണം കായം കൂടെ ചേർക്കണം. കായം പൊടിച്ചു വെക്കുന്നതാണ് നല്ലത്. ഞാൻ പൊടിക്കാൻ വിട്ടുപോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കട്ടിക്കായ ആണ് ഉള്ളത്. അല്ല, പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാലും മതി. ഇപ്പോൾ ഞാനിത് ഈ എണ്ണയിലേക്കൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇത് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇത് അലിന്ന് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായി വട്ടത്തിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ആ പച്ചമുളക്. അപ്പോൾ പച്ചമുളക് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള ഒരു ടൈപ്പ് മാങ്ങയാണ്. ചില മാങ്ങേൻ്റെ വേഗം അലന്നു പോകും. പക്ഷെ ഇത് കുറച്ച് നേരം നമുക്ക് വഴറ്റേണ്ടി വരും. കാരണം കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മാങ്ങയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ആണ് ഇട്ട. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിതിൽ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതാണ് കാശ്മീരി മുളക് ചേർത്ത് കുറച്ച് കളറും കിട്ടും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. വറുത്ത ഉലുവാപ്പൊടിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കടുകില്ലേ, അത് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുള്ളൂ. അതും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഇനി കായം ചേർത്തില്ല, കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലിടയ്ക്ക് ആ കായ അലക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഉടച്ചൊടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായപ്പൊടി ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ കട്ടയായിട്ട് ചേർക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അത് അലിന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം നമുക്കിനി അടച്ചു വെക്കാം.
അപ്പോഴത്തേക്കും നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മാങ്ങ പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കായ അലുക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടി ഇങ്ങനെ വഴറ്റി കൊടുത്തു, അത് അലിപ്പിച്ചെടുത്തു. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ള മാങ്ങയുടെ ഒരുപാടങ്ങ് അലിന്ന് പോയിട്ടില്ല. അല്ലാതെ ഇച്ചിരി ഒരു കട്ടിയൊക്കെ കുറഞ്ഞ ടൈപ്പ് മാങ്ങയാണെങ്കിൽ മൂവാണ്ട മാങ്ങ പോലത്തെ മാങ്ങയൊക്കെയാണ് വേഗം അലിഞ്ഞ് കിട്ടും. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ടോ. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ഇതേ രീതിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.